ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന പോസ്റ്റുകൾ അംഗീകരിക്കാൻ പറ്റാതെ രാവിലെ കണ്ടു. അത് ഞാനൊരു പോസ്റ്റും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പരിഹരിക്കപ്പെട്ടു. അത് നമ്മളുടെ വരുന്ന അപ്ഡേഷൻ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ദൃശ്യമാകുന്നത്, അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ അംഗീകരിക്കാറുള്ളൂ. അതുപോലെ എന്തോ പ്രശ്നമായിരുന്നു തോന്നുന്നു. നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മുടെ ഫോട്ടോയോ അല്ലെങ്കിൽ പേരിൻ്റെ ആദ്യ ഇനിഷ്യലോ എന്തായാലും ആയിരിക്കും കിടക്കുന്നത്. എൻ്റെ കയ്യിലൊരു ഫോട്ടോയിലാണ്. ആ ഗൂഗിൾ പ്ലേ തുറക്കുമ്പോൾ അതിൻ്റെ വലതുവശത്തായിട്ട് മുകളിൽ ഒരു ഫോട്ടോ നമ്മുടെ അപ്ഡേറ്റ് ചെയ്തത് കാണും. അല്ലെങ്കിൽ ഒരു ആ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും. എന്തായാലും അതിൽ കയറി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഷെയറിങ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യം അതിനകത്തുണ്ട്. അതിനകത്ത് തന്നെയുണ്ട് നമ്മുടെ അപ്ഡേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനും കഴിയും. ഉണ്ടെങ്കിൽ അത് അപ്പോഴേ അപ്ഡേഷൻ ചെയ്യുക, ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അത് ഞാൻ കയറി നോക്കുമ്പോൾ അതിനകത്ത് എല്ലാ 10-12 ആപ്പുകൾ അപ്ഡേഷനായിട്ട് കിടക്കുന്നുണ്ട്. അത് ചെയ്തു. അതിൽ ഫേസ്ബുക്കും പങ്കാളിയാകുന്നു എന്ന് മാത്രം. അപ്പോൾ ഫേസ്ബുക്കിലേക്ക് ഇപ്പോൾ കയറി നോക്കുമ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്രൂപ്പിലൊക്കെ പോസ്റ്റുകൾ അംഗീകരിക്കാൻ കഴിഞ്ഞു, എല്ലാം അംഗീകരിച്ചു. അത് ഞാനിത് അംഗീകാരം കൊടുക്കുമ്പോൾ അവിടെ എഴുതി കാണിക്കുന്നത് എന്തോ ചെറിയ പിശക് പറ്റി, അത് ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അപ്പോൾ അത് ഇനി നിങ്ങൾക്കൊക്കെ ഉണ്ടായതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ഫേസ്ബുക്കിൽ മാത്രമായിട്ട് കണ്ട, ഫേസ്ബുക്കിലല്ല ഗ്രൂപ്പിലും അവിടെ ഒരു ഇതിൽ മാത്രമായിട്ട് കണ്ടതാണ്. അതുകൊണ്ട് എനിക്കത് അപ്ഡേഷൻ്റെ തകരാറ് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. അത് നമ്മുടെ മൊബൈൽ അതങ്ങനെ എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മറ്റ് ഫേസ്ബുക്കിൻ്റെ മുതലാളിമാരൊന്നും ചെയ്തതൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ സൂത്രക്കണ്ണനും ഒന്നും ചെയ്തതൊന്നുമല്ല. അതങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ അപ്ഡേഷനുകൾ എല്ലാ ആപ്പുകൾക്കും അത് സംഭവിക്കും. നമ്മുടെ ആപ്പുകളുടെയൊക്കെ ക്യാഷുകളൊക്കെ കളഞ്ഞില്ല എങ്കിലും ഇതുപോലെ അപ്ഡേഷനുകളൊക്കെ സമയത്ത് ചെയ്തില്ലെങ്കിലും ഒക്കെ ഇങ്ങനെ ചില സംഭവങ്ങൾ, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ക്യാഷും കളയാതെ ഇതിങ്ങനെ അറിഞ്ഞു കൂടി കഴിയുമ്പോൾ വേറെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ എല്ലാ ആപ്പുകളും അറിഞ്ഞിരുന്നപ്പോൾ ഫോൺ തന്നെ അങ്ങ് സ്റ്റക്കായി പോകും. അങ്ങനെയും ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ക്ലിയർ എന്ന് പറയുന്ന ആപ്പുണ്ട്, ഇതിനകത്ത് കമ്പനിക്കാർ തരുന്നത് തന്നെയുണ്ട്. അതിനകത്ത് കയറി ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണെങ്കിലും അതുകൊണ്ടും ചിലപ്പം പറ്റാതെ വരുമ്പോഴാണ് സെറ്റിങ്സിൽ കയറിയിട്ട് ആപ്പുകൾ എന്നുള്ളിടത്ത് കയറിയിട്ട് എല്ലാ ആപ്പുകളുടെയും ക്യാഷ് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് പോകാറുണ്ട്. എന്നാലും ചിലപ്പോൾ ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യാതിരുന്നാലും പറ്റും. അതാണ് ഇപ്പോൾ എനിക്ക് പറ്റിയത്. അത് കൂട്ടുകാരുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. പലരുടെയും ഫേസ്ബുക്കൊക്കെ തുറന്ന് കഴിയുമ്പോൾ കാണുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ ഷെയർ വട്ടം കാണിയാൽ, അതല്ലെങ്കിൽ മെസ്സേജ് വട്ടം കമൻറ്റ് ബോക്സ് കാണിയാൽ, അങ്ങനെയൊക്കെ പലതും കാണുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇത് ഒരു അപ്ഡേഷൻ്റെ കുഴപ്പമായിരിക്കും, ചെയ്യാത്തതുകൊണ്ടായിരിക്കും നമുക്കതൊന്നും ദൃശ്യമാകാത്തതെന്ന്. ഇനി അതൊക്കെയാണോ ഇല്ലയോന്ന് എനിക്കറിയില്ല. നിങ്ങളതൊക്കെ പരിശോധിച്ച് ചെയ്യുന്നവരായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നു. എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പരീക്ഷിച്ച് നോക്കുക. ഫേസ്ബുക്ക് ഇനിയും പോകാതെ, എന്ന് വെച്ചാൽ ഫേസ്ബുക്കല്ല ഒരാപ്പും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാപ്പും. ഇതൊക്കെ ഈ നമ്മുടെ വാട്സാപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്കും പറ്റുന്നതാണ്. വാട്സാപ്പിലും അപ്ഡേറ്റ് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിനും ഈ ക്യാഷൊക്കെ കൂടുകയൊക്കെ ചെയ്യും, അപ്ഡേറ്റിൻ്റെ കുറവൊക്കെ വരും. അപ്പോഴും അതും നിശ്ചലമാകും. നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ ചെയ്യാൻ പറ്റാതെ വരും. എല്ലാ ആപ്പുകൾക്കും ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളും അപ്ഡേഷന് വിധേയമാണ്. അത് കൃത്യമായിട്ടും അത് ചെയ്തിരിക്കണം. അതിലൂടെ നമ്മുടെ ഈ ആവശ്യമില്ലാത്ത സ്റ്റോറേജൊക്കെ കൂടിപ്പോയതൊക്കെ വീണ്ടെടുക്കാൻ കഴിയുന്നതുള്ളതാണ്. അതിനാവശ്യമില്ലാത്തതെല്ലാം ഈ അപ്ഡേഷനിലൂടെ ഇല്ലാതാകുന്നതാണ് കാണുന്നത്. ഞാനങ്ങനെ എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ കാണാറുണ്ട് ചിലതൊക്കെ നമ്മൾ ഡാറ്റ അപ്ഡേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ അതിനകത്ത് അത്രയും ഡാറ്റ 5ഉം 10ഉം അല്ലെങ്കിൽ 10, 25, ചിലപ്പോൾ 1 GB ഒക്കെ ഡാറ്റ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്രയും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം, എപ്പോഴും നമ്മൾ അപ്ഡേഷൻ ചെയ്തിരിക്കണം എന്നാണ് കൂട്ടുകാരോട് ഞാൻ പറയുന്നതാണ്. എൻ്റെ ഒരു എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അറിവ്. ഓക്കെ.